ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും പുറത്തൊക്കെ പോകുന്ന ആളുകളാണല്ലോ. ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴും പലരോടും സംസാരിക്കുമ്പോഴും ചില ഓഫീസുകളിലൊക്കെ പോകുമ്പോഴും ചില കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളോട് ഇംഗ്ലീഷിൽ ചോദിക്കുന്ന സമയത്ത് അതെന്താണ് ഇംഗ്ലീഷിൽ ചോദിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകാത്ത സാഹചര്യവും, അതുപോലെ തന്നെ ചില ആളുകൾക്ക് തിരിച്ചെങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്ന് അറിയാത്തത് കൊണ്ട് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചിരിക്കുന്നത് അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആകും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. തുടക്കത്തിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മുതൽ ചോദിച്ചു തുടങ്ങാം. ഫസ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത് വാട്ട് ഈസ് യുവർ നെയിം? എന്താണ് നിങ്ങളുടെ പേര്? ഇതിന് മറുപടിയായിട്ട് നമ്മൾ എങ്ങനെ ഇതൊരു സെൻറ്റൻസിൽ പറയാം? അറ്റ്ലീസ്റ്റ് പേരെങ്കിലും പറയുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ സെൻറ്റൻസിൽ പറയാൻ അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവരൊക്കെ എങ്ങനെ പറയും? യെസ്, മൈ നെയിം ഈസ് സൂര്യ. മൈ നെയിം ഈസ് സൂര്യ. നിങ്ങളുടെ പേര് എന്താണോ, ഇപ്പം നിങ്ങളുടെ പേര് രാജു എന്നാണെങ്കിൽ മൈ നെയിം ഈസ് രാജു എന്ന് ചേർക്കാം. അപ്പോൾ സെൻറ്റൻസിലേക്ക് വരുന്ന സമയത്ത് മൈ നെയിം ഈസ്, എൻ്റെ പേര് ഇതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് സെൻറ്റൻസ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ അടുത്തത് ഹൗ ഓൾഡ് ആർ യു? അതായത് നിനക്ക് എത്ര വയസ്സായി? ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ഇതിന് നമ്മൾ മറുപടി എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ എം 29 years old. ഐ എം 29 years old. നിങ്ങളുടെ ഏജ് എത്രയാണോ നിങ്ങൾക്കത് അവിടെ ചേർത്ത് കൊടുക്കാം. ഐ എം 29 years old. എനിക്ക് 29 വയസ്സുണ്ട് അല്ലെങ്കിൽ 29 വയസ്സായി. ഇനി അതേപോലെ വേർ ആർ യു ഫ്രം? ഇത് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വേർ ആർ യു ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ്? വേർ ആർ യു ഫ്രം? ഇതിന് മറുപടി എങ്ങനെ പറയാം? ഐ എം ഫ്രം കാലിക്കറ്റ്. ഐ എം ഫ്രം കാലിക്കറ്റ്. ഞാൻ എവിടെ നിന്നാണ്? കോഴിക്കോട്. ഐ എം ഫ്രം കാലിക്കറ്റ്. വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചാൽ എന്താണ്? നിങ്ങൾ എവിടെ നിന്നാണ്? അപ്പോൾ അതിന് മറുപടി നമ്മൾ എങ്ങനെ പറയാം? ഐ എം ഫ്രം. ഐ എം ഫ്രം. ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ്. ഐ എം ഫ്രം കാലിക്കറ്റ്. അതേപോലെ തന്നെ വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? എന്താണ് ഇതിൻ്റെ മീനിങ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ജോലി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കൂ അല്ലേ? അപ്പം അതൊക്കെ ചോദിക്കുന്ന ഒരു രീതിയാണ് എന്ത്? വാട്ട് ഡു യു ഡു? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഐ ടീച്ച് ഇംഗ്ലീഷ് ഓൺലൈൻ. ഐ ടീച്ച് ഇംഗ്ലീഷ് ഓൺലൈൻ. അതായത് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. എങ്ങനെ? ഐ ടീച്ച് ഇംഗ്ലീഷ് ഓൺലൈൻ. ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് പലപ്പോഴും ജോലികൾക്കൊക്കെ ആയിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിൻ്റെ ഇൻ്റർവ്യൂസിനായിട്ട് പോകുന്ന സമയത്ത് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? എന്താണ്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അറിയുമോ എന്നുള്ള രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ? യെസ്, ഐ സ്പീക്ക് ഇംഗ്ലീഷ്. യെസ്, ഐ സ്പീക്ക് ഇംഗ്ലീഷ്. യെസ്, എനിക്കറിയാം, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. യെസ്, ഐ സ്പീക്ക് ഇംഗ്ലീഷ്. അതേപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? വാട്ട് ഈസ് യുവർ ജോബ്? എന്താണ് നിൻ്റെ ജോലി? വാട്ട് ഈസ് യുവർ ജോബ്? എന്താണ് നിൻ്റെ ജോലി? ഐ എം എ ടീച്ചർ. ഐ എം എ ടീച്ചർ. ഞാനൊരു അധ്യാപിക ആണ്. ഐ എം എ ടീച്ചർ. ഇനി നിങ്ങളൊരു ഇലക്ട്രീഷ്യൻ ആണ്. എങ്ങനെ പറയാം? ഐ എം എ ഇലക്ട്രീഷ്യൻ. അല്ലെങ്കിൽ നിങ്ങളൊരു സിംഗർ ആണെങ്കിൽ ഐ എം എ സിംഗർ. എന്താണോ നിങ്ങളുടെ പ്രൊഫഷൻ, ആ പ്രൊഫഷൻ ഐ എം എ കൂട്ടിയിട്ട് എന്ത് ചെയ്യാം? പറയാം. സെൻറ്റൻസ് ആയിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ദെൻ അടുത്തതെന്ന് പറയുന്നത് ആർ യു മാരീഡ്? ആർ യു
മാരീഡ്? നിങ്ങൾ വിവാഹിതനാണോ അല്ലെങ്കിൽ വിവാഹിതയാണോ? ആർ യു മാരീഡ്? യെസ്, ഐ ആം മാരീഡ്. യെസ്, ഞാൻ വിവാഹിതയാണ്. യെസ്, ഐ ആം മാരീഡ്. ഇനി അല്ല, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ പറയാം? നോ, ഐ എം സിംഗിൾ. നോ, ഐ എം സിംഗിൾ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? നോ, ഐ എം സിംഗിൾ. ഇവിടെ ഞാൻ മാരീഡ് ആണ്, അപ്പോൾ എങ്ങനെ പറയാം? യെസ്, ഐ എം മാരീഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വേർ ഡു യു ലിവ്? വേർ ഡു യു ലിവ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡു യു ലിവ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡു യു ലിവ്? ഐ ലിവ് ഇൻ കാലിക്കറ്റ്. ഐ ലിവ് ഇൻ കാലിക്കറ്റ്. എവിടെയാണ്? ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. ഐ ലിവ് ഇൻ കാലിക്കറ്റ്. ഐ ലിവ് ഇൻ കാലിക്കറ്റ്. നിങ്ങൾ ട്രിവാൻഡ്രം ആണെങ്കിൽ ഐ ലിവ് ഇൻ ട്രിവാൻഡ്രം. ഐ ലിവ് ഇൻ കൊല്ലം. ഐ ലിവ് ഇൻ കണ്ണൂർ. അങ്ങനെ നിങ്ങളുടെ പ്ലേസ് ഏതാണോ അത് പറയാം. നെക്സ്റ്റ്, ഡു യു ഹാവ് സിബ്ലിങ്സ്? ഡു യു ഹാവ് സിബ്ലിങ്സ്? എന്താണ് സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ? സഹോദരങ്ങൾ. ചേട്ടനാവാം, ചേച്ചിയാവാം, അനിയനാവാം, അനിയത്തിയാവാം. അങ്ങനെ സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരങ്ങൾ. ഡു യു ഹാവ് സിബ്ലിങ്സ്? നിങ്ങൾക്ക് സഹോദരങ്ങൾ ഉണ്ടോ? നിങ്ങൾക്ക് സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ എന്തുമാവാം, സഹോദരങ്ങൾ ഉണ്ടോ? ഡു യു ഹാവ് സിബ്ലിങ്സ്? ഇനി ഇവിടെ എനിക്ക് ഒരു ബ്രദർ ഉണ്ട്, അപ്പം ഞാൻ എങ്ങനെ പറയാം? യെസ്, വൺ ബ്രദർ. അറ്റ്ലീസ്റ്റ് സിമ്പിൾ വേയിൽ നമുക്ക് അങ്ങനെ പറയാം. യെസ്, വൺ ബ്രദർ. യെസ്, ഉണ്ട്. വൺ ബ്രദർ, ഒരു ബ്രദർ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര പേരുണ്ടോ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ്. വാട്ട് ടൈം ഇസ് ഇറ്റ്? വാട്ട് ടൈം ഇസ് ഇറ്റ്? വാട്ട് ടൈം ഇസ് ഇറ്റ്? ഇപ്പോൾ സമയം എത്രയായി നമ്മൾ ചോദിക്കില്ലേ ചില സാഹചര്യങ്ങളിൽ? വാട്ട് ടൈം ഇസ് ഇറ്റ്? ഇപ്പോൾ സമയം എത്രയായി? ഇറ്റ്സ് 3 o'clock. ഇറ്റ്സ് 3 o'clock. ഇനി 3 മണിയാണെങ്കിൽ ഇറ്റ്സ് 3 o'clock. ഇപ്പോൾ 3 മണിയായി എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. ഇനി 2 മണിയാണെങ്കിലോ? ഇറ്റ്സ് 2 o'clock. ഇനി 1 മണിയാണെങ്കിൽ ഇറ്റ്സ് 1 o'clock. അങ്ങനെ നമുക്ക് സമയത്തിനനുസരിച്ച് സെൻറ്റൻസ് മാറ്റാവുന്നതാണ്. എന്ത് തന്നെയാലും ഇറ്റ്സ് ചേർത്തിട്ട് എന്ത് പറയാം? ടൈം ചേർക്കുക. 1 ആണെങ്കിൽ 1 o'clock, 2 ആണെങ്കിൽ 2 o'clock, ലൈക്ക് ദാറ്റ്. അപ്പോൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുന്നതും പലപ്പോഴും നമുക്ക് മറുപടി പറയേണ്ടതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കാൻ ആരും മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്തെത്തിക്കുക. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. പിന്നെ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ടേക്ക് കെയർ.